ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ഡിസംബർ 31. യോഹന്നാന്റെ സുവിശേഷം 1-ാം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. നമ്മൾ ഒരു വർഷത്തിന്റെ അവസാന ദിവസത്തിലെത്തിയിരിക്കുകയാണ്. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സുവിശേഷ ഭാഗം നമ്മളെ ക്രിസ്തുവിന് വേണ്ടി എത്രത്തോളം ജീവിച്ചുവെന്ന് ആത്മശോധന ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഈ ഒരു ഭാഗം യോഹന്നാൻ സുവിശേഷം എഴുതി തുടങ്ങുന്ന ഭാഗമാണ്, ആദ്യ ഭാഗമാണ്. അവിടെ ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ് ഈ ഭാഗം തുടങ്ങുന്നത്. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിന്റെ അവതരണം അതേപടി സ്വീകരിച്ചുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം എഴുതി തുടങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആദിയിൽ എന്ന് പറയുന്ന വാക്ക്, ബെറേഷിത്ത് എന്ന് പറയുന്ന വാക്കാണ് ഉൽപ്പത്തിയിലും യോഹന്നാൻ സുവിശേഷത്തിലും ആദ്യം നമ്മൾ കാണുന്ന വാക്ക്. ഇത് വെളിച്ചം ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞൊരു കാര്യം നമ്മൾ ഉൽപ്പത്തിയിൽ വായിക്കുന്നുണ്ട്. അതിന് സമാനമായിട്ട് നമ്മൾ ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. 4-ാമത്തെ വാക്യം, അവനിൽ സംഭവിച്ചത് ജീവനായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. ഇപ്പൊ വെളിച്ചത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് നമ്മൾ ഈ സുവിശേഷം വായിക്കുന്നത്. വെളിച്ചം. എന്നിട്ട് പിന്നീട് പറയുന്നൊരു കാര്യമുണ്ട്. യോഹന്നാനെ കുറിച്ച് പറയുക, ദൈവം അയച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു, അവന്റെ പേര് യോഹന്നാൻ എന്നാണ്. അവൻ സാക്ഷ്യത്തിനായി വന്നു, വെളിച്ചത്തിന് സാക്ഷ്യം നൽകുവാൻ വേണ്ടി. അവൻ വഴി എല്ലാവരും വിശ്വസിക്കുവാൻ, വെളിച്ചത്തിന് സാക്ഷ്യം നൽകുവാൻ. വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്ന ഈ യോഹന്നാനെ കുറിച്ച് പിന്നീട് ഈശോ പറയുന്നൊരു വാക്യമുണ്ട്. കത്തിജ്വലിക്കുന്നൊരു വിളക്കായിരുന്നു അവൻ. കത്തിജ്വലിക്കുന്നൊരു വിളക്കായിരുന്നു അവൻ. വെളിച്ചത്തിന് സാക്ഷ്യം നൽകുന്ന വിളക്ക്. എന്നാൽ വെളിച്ചം ക്രിസ്തുവാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈശോ ഇത് പലയിടങ്ങളിൽ ഇത് ആവർത്തിക്കുന്നുണ്ട്. ഇപ്പോ നിക്കോദേമോസ് ഇരുളിൽ ഈശോയെ തിരക്കി വരികയാണ്. അവൻ എന്നിട്ട് ആ വെളിച്ചം എന്തെന്ന് തിരിച്ചറിഞ്ഞ് തിരിച്ചു പോവുകയാണ്. ഈശോ പിന്നീട് പറയുന്നുണ്ട്, നിങ്ങളുടെ സൽപ്രവൃത്തികൾ മനുഷ്യർ കാണത്തക്ക രീതിയിൽ നിങ്ങള് മനുഷ്യരുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക. ആരും വിളക്ക് കൊളുത്തി പറയുടെ കീഴിൽ വെക്കാറില്ലല്ലോ, ദീപപീഠത്തിന്മേലല്ലേ വെക്കുന്നത്, മറ്റുള്ളവർക്ക് വെളിച്ചം കിട്ടാൻ വേണ്ടി. അപ്പൊ നമ്മളുടെ സൽപ്രവർത്തികൾ, നമ്മുടെ നല്ല വാക്ക്, പ്രവൃത്തി, ഇടപെടൽ, നിലപാടുകൾ, രീതികളൊക്കെ യഥാർത്ഥത്തിൽ വെളിച്ചമാകുന്ന ക്രിസ്തുവാണ്. അപ്പൊ അതെല്ലാം പകരാൻ വേണ്ടിയുള്ള വിളക്കാണ് നമ്മൾ ഓരോരുത്തരും എന്ന് പഠിപ്പിക്കുന്ന സ്നാപക യോഹന്നാനെയാണ് സുവിശേഷൻ യോഹന്നാൻ നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. കത്തിജ്വലിക്കുന്നൊരു വിളക്കായിരുന്നു അവൻ എന്ന് പറയുന്നുണ്ട്. പക്ഷെ വെളിച്ചം ഈശോയാണ്. സ്നാപകൻ പറയുന്ന മറ്റൊരു വാക്യമുണ്ടല്ലോ, ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാണ്. ശബ്ദം ഞാനാണ്, പക്ഷെ ആ ശബ്ദത്തിലൂടെ നിങ്ങൾ കേൾക്കുന്ന വാക്ക്, വചനം, അത് ക്രിസ്തുവാണ്. ഞാൻ വെറും മീഡിയമാണ്. എന്നിലൂടെ നിങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ആസ്വദിക്കുന്ന ക്രിസ്തു, ആ ക്രിസ്തുവിന് സാക്ഷ്യം നൽകാൻ വന്നിരിക്കുന്ന ഒരു മീഡിയം മാത്രമാണ് ഞാൻ, ഒരു മാധ്യമം മാത്രമാണ് ഞാനൊരു വിളക്കാണ് അല്ലെങ്കിൽ ശബ്ദമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ. അത് സാക്ഷ്യത്തിന്റെ പ്രതീകമാണ്. നമ്മൾ ഈ പഠന ബൈബിളിൽ പറയുന്ന പ്രകാരമാണെങ്കിൽ ഈ 1:7 പറയുന്ന സാക്ഷ്യം എന്ന വാക്ക് എന്നിട്ട് പറയുകയാണ്, ഈ സാക്ഷ്യം യോഹന്നാന്റെ സുവിശേഷത്തിന് ആവർത്തിച്ച് ഉപയോഗിക്കുന്നുണ്ട്. സ്നാപക യോഹന്നാന്റെ സാക്ഷ്യമുണ്ട്, സമരിയാക്കാരി സ്ത്രീയുടെ സാക്ഷ്യമുണ്ട്, വിശുദ്ധ ലിഖിതങ്ങൾ നൽകുന്ന സാക്ഷ്യമുണ്ട്, യേശുവിന്റെ അത്ഭുത പ്രവൃത്തികൾ തന്നെ അവർ സാക്ഷ്യമാകുന്നു, ജനക്കൂട്ടത്തിന്റെ സാക്ഷ്യമുണ്ട്, പരിശുദ്ധാത്മാവിൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്, ശിഷ്യന്മാർ ഈശോ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പല രീതിയിലുള്ള സാക്ഷ്യം ഈശോയ്ക്ക് മുമ്പിലുണ്ട്. നമ്മളും ഈ 2025 എന്ന വർഷം തീരുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, എത്രത്തോളം നമ്മുടെ ജീവിതം കൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചു. ക്രിസ്തുവാകുന്ന വെളിച്ചത്തെ പകർന്നു നൽകുന്ന ഒരു വിളക്കായി നമ്മൾ എത്രത്തോളം മാറി. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യം. നമുക്ക് എന്തോരം അനുഗ്രഹങ്ങൾ കിട്ടി, നമ്മൾ എന്തോരം നന്ദി പറഞ്ഞു, എന്തോരം പ്രാർത്ഥനയില്ല എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്, എത്രത്തോളം ഞാനെന്ന വ്യക്തിയിലൂടെ ക്രിസ്തു എന്ന വെളിച്ചം മറ്റുള്ളവരിലേക്ക് എത്തി. നമ്മൾ ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കാവുന്ന ഒരു സുവിശേഷമാണ് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം, 10 കന്യകമാരുടെ ഉപമ. 25-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ നമ്മൾ കാണുന്നുണ്ട്, ഈ 10 കന്യകമാരിൽ 5 പേര് വിവേകവതികളായിരുന്നു. അവര് വിളക്കിനൊപ്പം എണ്ണ കൂടിയെടുത്തു. നീതിബോധം അല്ലെങ്കിൽ ദൈവസ്നേഹത്താൽ പ്രേരിതമായ നീതിബോധം. ആ എണ്ണ കയ്യിലുള്ളിടത്തോളം കാലം അവരാകുന്ന വിളക്ക് കത്തിജ്വലിച്ച് നിൽക്കും. തിരി പ്രാർത്ഥനയാണ്. അതിങ്ങനെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ഇട്ടിരിക്കുന്ന തിരി ആ ദൈവചൈതന്യത്തിന്റെ പരിശുദ്ധാത്മത്തി സ്പർശിച്ച് അത് ജ്വലിച്ചു തുടങ്ങുന്നു. പക്ഷെ നീതിബോധം എന്ന എണ്ണ കയ്യിൽ കരുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കരിന്തിരി കത്തി കെട്ടുപോകും.
പക്ഷേ നീതിബോധത്തിന്റെ എണ്ണ ഉണ്ട് എങ്കിൽ അതിങ്ങനെ ജ്വലിച്ചു നിൽക്കും. ആ ജ്വലിച്ചു നിൽക്കുന്ന വിളക്കിലെ വെളിച്ചം ക്രിസ്തു തന്നെയാണ്. അത് മറ്റുള്ളവർക്ക് അനുഭവേദ്യമാകുകയും ചെയ്യും. നിങ്ങളെ സാക്ഷ്യം നൽകുക എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്ക് ആദ്യം ഉണ്ടായിരിക്കേണ്ടത് ഒരു നീതിബോധമാണ്. ക്രിസ്തീയ ജീവിതമാകുന്ന വിളക്കാണ് നമ്മൾ. നമുക്കുള്ളിലെ നീതിബോധമാണ് എണ്ണ. നമ്മുടെ ആത്മീയ കർമ്മങ്ങളാണ് തിരികൾ. പരിശുദ്ധാത്മാവ് നമ്മളെ സ്പർശിക്കുന്ന കൃപയുടെ നിമിഷമാണ് തീപ്പൊരി. അത് വിളക്കായി ജ്വലിക്കുന്നു. എന്നാൽ നീതിയുടെ എണ്ണയില്ലാത്ത വിളക്കുകൾ കരിന്തിരി കത്തി കെട്ടുപോകും. അല്ലാത്ത വിളക്കുകൾ ജ്വലിച്ചു നിൽക്കും. ജ്വലിച്ചു നിൽക്കുന്ന വിളക്കിൽ നിന്നും പുറത്തു വരുന്ന വെളിച്ചം ക്രിസ്തുവാണ്. അത് നമ്മുടെ വാക്കും പ്രവൃത്തിയും നിലപാടും പ്രതികരണങ്ങളിലും പ്രതിഫലിക്കേണ്ടതാണ്. അങ്ങനെ ക്രിസ്തു മറ്റുള്ളവരിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ സാക്ഷ്യം നൽകുന്നൊരു വിളക്കായി മാറും. ക്രിസ്തു സ്നാപകരെ കുറിച്ച് പറഞ്ഞതുപോലെ കത്തിച്ചൊലിക്കുന്ന ഒരു വിളക്കായിരുന്നു അവരെന്ന് നമ്മളെക്കുറിച്ചും ക്രിസ്തുവിന് പറയാൻ സാധിക്കുകയും ചെയ്യും. കാരണം ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് ലോകത്തിന്റെ പ്രകാശം, ഐ ആം ദ ലൈറ്റ് ഓഫ് ദി വേൾഡ്. ഞാനാണ് ലോകത്തിന്റെ വെളിച്ചം. അപ്പൊ ഞാനാവുന്ന വെളിച്ചം ലോകത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നീയാവുന്ന വിളക്ക് എനിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് സാക്ഷ്യം. ഇങ്ങനെ സാക്ഷ്യത്തെക്കുറിച്ചുള്ളൊരു മനോഹരമായ ഒരു കാഴ്ചപ്പാട് നൽകുന്ന സുവിശേഷ ഭാഗമാണ് നമ്മൾ ഈ വായിക്കുന്നത്. ഇപ്പൊ 2025 തീരുമ്പോഴത്തേക്ക് നമ്മൾ ഓർക്കേണ്ടത്, ഈ ഒരു വെളിച്ചം നൽകുന്ന വിളക്കായി നമ്മൾ നിലകൊണ്ടിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് പറ്റിയിട്ടുണ്ടാവും, വളരെ താല്പര്യത്തോടെ നമ്മൾ അതിനുവേണ്ടി ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ടാകത്തില്ല. 2026 പ്രവേശിക്കുമ്പോൾ അങ്ങനെ കത്തിജ്വലിക്കുന്നൊരു വിളക്കായി നിന്ന് വെളിച്ചമാകുന്ന ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്ന സാക്ഷ്യത്തിന്റെ വഴിയെ നമുക്ക് മുന്നോട്ട് പോകാം. അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത് നമുക്ക് സാധിച്ച നിമിഷങ്ങളോർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ നന്ദി അർപ്പിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.